നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിൻ ഡിസ്പ്ലേയുടെ വീഡിയോ ആണ്. ഇതിന് മുൻപ് 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മൂവിൻ ഡിസ്പ്ലേയുടെ. ഒന്ന് നമ്മൾ അതിൻ്റെ കമ്പോണൻസ് ഒക്കെ കാണിച്ചുകൊണ്ടും, 2 നമ്മുടെ ഷോപ്പിൽ വെച്ചുകൊണ്ടുള്ള മൂവിൻ ഡിസ്പ്ലേയുടെ നമ്മൾ ഫിക്സ് ചെയ്യാൻ എങ്ങനെയാണ് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ഇന്നർ സൈഡ് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. മൂവിൻ ഡിസ്പ്ലേയുടെ ബാക്ക് സൈഡ്, നമ്മൾ സാധാരണ ഫ്രണ്ട് സൈഡിലുള്ള മൂവിൻ ഡിസ്പ്ലേയുടെ റണ്ണിംഗ് ആണ് കാണാം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷനുകൾ വരിക, എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്ത് മുഖേന നമ്മളെ ഡാറ്റ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, എങ്ങനെയാണ് പവർ സപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഗ്രാഫിക് കാർഡ് ഫിക്സ് ചെയ്യുന്നത്, അതിൻ്റെ കറക്ഷനുകൾ എന്തൊക്കെ വരിക, അതിൻ്റെ കറക്ഷൻ എങ്ങനെയാണ് നമുക്ക് തീർക്കാൻ പറ്റുക, അങ്ങനെയൊരു വീഡിയോ ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള എല്ലാം ഉൾപ്പെടുത്തി ഇതിനൊരു മാനുഫാക്ചറിങ് ചെയ്ത് എങ്ങനെയാണ് ഇതിൽ റൺ ചെയ്യിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. P10 മൊഡ്യൂൾ വെച്ചിട്ട് നമ്മൾ ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ട് മൂവിൻ ഡിസ്പ്ലേ ഉണ്ടാക്കുന്ന ഇതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡാണിത്. ഇതിൽ ഏകദേശം 8 മൊഡ്യൂളാണ് ഉള്ളത്. 4 സ്ക്വയർ ഫീറ്റാണ് ഇത് വരിക. P10 ബ്ലൂ കളറായിട്ടാണ് ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോന്നിനും പവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പവർ കൺട്രോൾ അതേപോലെ തന്നെ നമ്മൾ പവറും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡാറ്റ കോഡും പോകേണ്ടത് കൂടെ. ഇതിലിപ്പോൾ നമ്മൾ ചെയ്യണതിൽ എല്ലാത്തിലും 5 വോൾട്ടാണ് ഇതിൽ സപ്ലൈ വരിക. ഇതിൽ P10 മൊഡ്യൂളായതുകൊണ്ട് നമുക്ക് ഇതിൽ ലെറ്റർ മാത്രമാണ് ഓടിക്കാൻ പറ്റുക. ഇതേപോലെ തന്നെയുള്ള മൾട്ടി കളർ മൊഡ്യൂളാണ് നമ്മൾ സെറ്റാക്കണമെങ്കിൽ അതിൽ മൾട്ടി കളറ് വരുന്നുണ്ടാവും. ഓരോ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. RGB കളറ്. ഇതിനെ തന്നെ നമ്മൾ ഒന്നും കൂടെ ഹെവി ആയിട്ട് വരുന്ന ഇതും അടുപ്പിച്ച് LED വരുന്നതാണ് P5 എന്ന് പറഞ്ഞ മൊഡ്യൂൾ വരിക. അതിൽ നമുക്ക് ഏകദേശം വീഡിയോ എല്ലാം ഓടിക്കാൻ പറ്റും. നമ്മൾ സിസ്റ്റത്തിൽ നിന്നൊക്കെ കൺട്രോൾ ചെയ്യണ വീഡിയോസ് എല്ലാം നമുക്ക് ഓടിക്കാം. ഇതിൻ്റെ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് കാണുന്നത്. ഇനി ഇതിൽ ഗ്രാഫിക് കാർഡ് വരും. ഇതിൻ്റെ ഈ RMCയിലൂടെ പാസ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസിന് വേണ്ടിയിട്ട്. അതിൽ നമ്മൾ ഏത് രീതിയിലുള്ള പ്രോഗ്രാമാണോ നമ്മൾ ചെയ്യുന്നത്, ലെറ്ററോ ഗ്രാഫിക്സോ എല്ലാം അതിൻ്റേതായ രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് തരും. അത് ലെറ്റർ ആണെങ്കിൽ ലെറ്റർ റണ്ണാവും, ഗ്രാഫിക്സ് ആണെങ്കിൽ ഗ്രാഫിക്സ് റണ്ണാവും. അത് ബ്ലൂ കളറിലായിരിക്കും നമ്മൾ ബ്ലൂവിൽ സെറ്റ് ചെയ്യുമ്പോൾ റണ്ണാവുക. മൾട്ടി കളർ കൊടുത്താൽ കളറ് മൾട്ടി ആയിട്ടായിരിക്കും റണ്ണാവുക. മൾട്ടി കളർ മൊഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ. ഇനി നമ്മൾ P3 മൊഡ്യൂൾ, P5 മൊഡ്യൂളൊക്കെ പറഞ്ഞാൽ നമ്മൾ വീഡിയോ വാളിന് യൂസ് ചെയ്യുന്ന മൊഡ്യൂളാണ്. അതും ഇതുപോലെ തന്നെ 5 വോൾട്ടാണ് സപ്ലൈ വരിക. RMCയിലൂടെ കൺട്രോൾ ചെയ്യുന്ന സപ്ലൈ ആണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് 4 സ്ക്വയർ ഫീറ്റാണ്. ഇതിൽ 6 ഇഞ്ചാണ് ഒരു മൊഡ്യൂൾ വരിക. 2 മൊഡ്യൂളിനെ നമ്മൾ ഒന്നിന് മേലെ ഒന്നായിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 ഫീറ്റ് കിട്ടുക. അതുപോലെ തന്നെ ഈ മൊഡ്യൂളിൽ നമ്മൾ ലെങ്ത്ത് കൂട്ടാനായിട്ട് പാരലൽ ചെയ്യും. അതേപോലെ സീരീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടാം. നമ്മൾ ഇവിടുന്ന് വൺ സൈഡിൽ നിന്ന് ആരോ ചെയ്യുന്ന ഭാഗത്തു നിന്നുള്ള ഗ്രാഫിക് കാർഡിൽ എന്ത് പവറാണോ നമ്മൾ എന്ത് പ്രോഗ്രാമാണോ കൊടുക്കുന്നത് നമുക്ക് റണ്ണായി കൊടുക്കും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 5 വോൾട്ട് പവർ ഇതിൻ്റെ ഓരോ പവർ സപ്ലൈയുടെ ഓരോ മൊഡ്യൂളിൻ്റെയും പവർ സപ്ലൈയുടെ സെക്ഷൻ്റെ പവർ കണക്ടർ ഉണ്ട്, അതിലെത്തണം. അതുപോലെ തന്നെ ഇതിൽ RMC വരുന്ന ഭാഗത്തേക്കെല്ലാം നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാർഡിൽ നിന്ന് വരുന്ന സപ്ലൈയും എത്തണം. അപ്പോഴാണ് നമുക്ക് ഇത് കറക്റ്റായിട്ട് ഈ മൊഡ്യൂള് വർക്കൗട്ട് ആവുക. ഇതിൽ കൊടുത്തിട്ടുള്ള ഇതെല്ലാം ഇത് ഫിക്സഡ് ആയിട്ടുള്ള IC ആണ്. ഈ ഗേറ്റ് സപ്ലൈ മുഖേനയാണ് നമുക്കിതിനെ ഇത്രയും രീതിയിൽ നമുക്ക് റണ്ണാക്കാൻ കഴിയുന്നത്. ഇതിന് കൂടെ തന്നെ ഇതിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുള്ളത് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അലൂമിനിയം ഫാബ്രിക്കേഷൻ ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇനിയും ഒരു വർക്ക് ചെയ്ത് നമുക്ക് വലുതാക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫ്രെയിം മാത്രം ചേഞ്ച് ചെയ്ത് ഇതേ മൊഡ്യൂൾ തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് വലുതാക്കാൻ പറ്റും. ഇത്രയാണ് നമ്മൾ അസംബിൾ ചെയ്യുന്ന ഇതിൽ ഉള്ളത്. ഇനി നമുക്കിതിൽ ഗ്രാഫിക്സ് കാർഡ് വെച്ച് അതിന് ശേഷം ഇതിൽ പവർ സപ്ലൈയും വെച്ചിട്ട് ഇതെങ്ങനെയാണ് റണ്ണാണെന്നുള്ള വീഡിയോ നമുക്ക് നോക്കാം. ഇനി ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാർഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്ന കാർഡുണ്ട്. അങ്ങനെയുള്ള കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ നമ്മുടെ മൊബൈലിൽ നിന്ന് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ പ്രോഗ്രാം ലെറ്ററിൽ കൊടുക്കുന്നത് ആ പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് ഇതിൽ സിസ്റ്റത്തിൽ നിന്ന് ചെയ്യാതെ തന്നെ നമ്മുടെ മൊബൈലിൻ്റെ ആപ്പ് ഉപയോഗിച്ചും നമുക്കിതിൽ പ്രോഗ്രാം ചെയ്യാം. അതും ഇതേ RMCയും നമ്മൾ ഗ്രാഫിക് കാർഡിലാണ് മാത്രമേ നമുക്ക് ചേഞ്ച് വരിക. ബാക്കി മൊഡ്യൂളും പവർ സപ്ലൈ എല്ലാം ഒന്നായിരിക്കും. ഗ്രാഫിക് കാർഡ് ഫിക്സഡ് നമ്മൾ USB ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്ന മൊഡ്യൂളിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ട് വൈഫൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മൊഡ്യൂളായിരിക്കും ഉണ്ടാവുക. നമ്മൾ ഓപ്പൺ വൈഫൈ അല്ല, ഇതിൽ കിട്ടുന്ന നമ്മുടെ കാർഡിൻ്റെ വൈഫൈ ഉപയോഗിച്ചാണ് നമ്മൾ
മൊബൈലിൽ നിന്ന് പ്രോഗ്രാം ചെയ്ത് ഇതിലേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നമുക്കിതിൽ റണ്ണായി കിട്ടും. അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മുടെ പ്രോഗ്രാം കാർഡ് വൈഫൈ ആകുമ്പോൾ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ കാർഡിനെ റീപ്രോഗ്രാം ചെയ്തിട്ട് പ്രോഗ്രാമിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന പ്രോഗ്രാം കാർഡുകൾക്ക് എന്തെങ്കിലും കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അഴിച്ച് മാറ്റാൻ പറ്റുന്ന കാർഡുകളാണ്. അത് നമുക്ക് മാറ്റി അതിൻ്റെ കറക്ഷൻ ചേഞ്ച് ചെയ്യാം. ഇതിൽ വരുന്ന വയറുകളിലാണ് നമ്മൾ കറക്ഷൻ കാണുന്നതെങ്കിൽ ആ വയറുകൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ കറക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാം. ഗ്രാഫിക്സ് കാർഡാണ് നമുക്കിതിൽ പ്രോബ്ലമെങ്കിൽ ഗ്രാഫിക്സ് കാർഡിൻ്റെ RMCയിലോ അല്ലെങ്കിൽ ആ ഗ്രാഫിക് കാർഡിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അതല്ല ലൈറ്റ്നിങ് വല്ലതും വന്ന് നമ്മുടെ പവർ സപ്ലൈ ആണ് കംപ്ലൈൻ്റ് ആയതെങ്കിൽ പവർ സപ്ലൈ നമുക്ക് മാറ്റിയെടുത്ത് ലൈഫ് ടൈം ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള നമ്മുടെ മൂവിങ് ഡിസ്പ്ലേകൾക്ക് നമ്മുടെ കടയിൽ ഫിക്സ് ചെയ്യാൻ എത്രയാണ് സൈസ് എങ്കിൽ ആ സൈസ് അനുസരിച്ചിട്ട് പ്രോഗ്രാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടകളിലേക്ക് അതിനനുസരിച്ചുള്ള രീതിയിൽ ഇത് സെറ്റാക്കിയിട്ട് നമ്മൾ നിങ്ങളുടെ കടകളിലൊക്കെ കൊടുത്ത് ഫിറ്റ് ചെയ്ത് തരാൻ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ വശവും നമുക്ക് ചെയ്യാനും ഇതിൻ്റെ കറക്ഷൻ തീർക്കാനും എല്ലാം നമ്മുടെ താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ എത്തിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നിട്ടോ ഇത് കറക്ഷൻ ചേഞ്ച് ചെയ്ത് നമ്മുടെ മൊഡ്യൂളുകൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് വർക്കൗട്ട് ആവാതെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മൾ വന്ന് റെഡിയാക്കി നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെയറുമായിട്ട് നേരിട്ട് നിങ്ങളുടെ ഷോപ്പിൽ വന്ന് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് റെഡും ബ്ലാക്കും വയറുകൾ പോസിറ്റീവ് നെഗറ്റീവ് 5 വോൾട്ടാണ്. അതിന് കൂടെ തന്നെ ഇതിൽ വന്നിട്ടുള്ള RMC റിബൺ വയറുകളെല്ലാം ഇതിൽ പ്രോഗ്രാമാണ് വരിക. ഇതിന് നമ്മൾ പവറിൽ ഓരോന്നിനെയും നമ്മൾ പവർ കൊടുത്ത് 5 വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടുള്ളതാണുള്ളത്. അതിൻ്റെ കൂടെ തന്നെ RMC റിബണിൽ വരുന്നതെല്ലാം നമുക്ക് ഗ്രാഫിക്സ് ആണ് വരിക. ഗ്രാഫിക്സ് പറഞ്ഞാൽ ഡാറ്റയാണ് വരിക. ആ ഡാറ്റ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഓരോ പ്രോഗ്രാമും ഓരോ മൊഡ്യൂളിലേക്കും വന്നിട്ട് റണ്ണായിട്ട് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് സെൻഡ് ചെയ്യുന്നതനുസരിച്ച് വൈഫൈ കാർഡ് ഉപയോഗിച്ച് സെൻഡ് ചെയ്യുന്നതനുസരിച്ച് ഇതിൽ നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ എല്ലാം ഗേറ്റ് സപ്ലൈയുടെ ICകളാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും ഗേറ്റ് സപ്ലൈ മുഖേനയാണ് ഇത് നമുക്ക് വർക്കൗട്ട് ആവുക. ഇതിൻ്റെ ഫ്രണ്ടേജിൻ്റെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് ഒരു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഗ്രാഫിക്സ് വെച്ചതിന് ശേഷം നമുക്ക് കാണാം. ഇതിലിപ്പോൾ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവൈസ് നമുക്ക് ഗ്രാഫിക്സ് കാർഡാണ് നമ്മളിപ്പോൾ ഈ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പവറാണ് ഈ 2 പ്രോബിൽ വരിക. അടുത്ത പ്രോബുകളിലെല്ലാം ഇപ്പോൾ കണക്ട് ചെയ്യുന്ന RMCയിൽ ഇത് 2 ലൈനായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഡാറ്റ ലൈനാണ് വരിക. അപ്പോൾ ഇത് കൊടുത്ത് ഇനി ഇതിലേക്കുള്ള പവർ സപ്ലൈ ആണ് നമുക്ക് പവർ കൊടുക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ 40 ആംസിൻ്റെ പവർ സപ്ലൈ ആണ് ഇപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത്. നമ്മളതിന് പവർ സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞു. 2 പ്രോബ് പവർ സപ്ലൈ അതിൻ്റെ കൂടെ തന്നെ RMC കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് നമ്മൾ 2 മൊഡ്യൂളിൻ്റെ പാരലിംഗ് ആയിട്ട് ഫുള്ളായി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇതുവരെയും നമുക്ക് എൻഡ് വരെയും പ്രോഗ്രാം റണ്ണാവും. ഇനി അടുത്തായിട്ട് നമ്മളിതിൽ കണക്ട് ചെയ്യാൻ പോകൊണ്ടിരിക്കുന്നത് DC ഔട്ടാണ്. അതിന് 5 വോൾട്ടാണ് വരിക. അതിൽ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും 5 വോൾട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ന്യൂട്രും ലൈറ്റ്. നമ്മളിപ്പോൾ ഇതിൽ പവർ സപ്ലൈ കണക്റ്റായെന്ന് പറഞ്ഞാൽ ഇതിൽ പവർ കൊടുത്തു. SMPSലേക്കുള്ള പവർ AC കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിൽ ഗ്രാഫിക് കാർഡിൽ നമ്മുടെ ലൈറ്റ് റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ബാക്കിലെ ലൈറ്റ് വ്യൂ കാണുന്നത്. അടുത്ത ബാക്ക് സൈഡ് കാണിച്ച് സെറ്റാക്കിയിട്ടുള്ള മൊഡ്യൂളിൻ്റെ ഫ്രണ്ടേജ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളതാണ്. ഇത് വൈഫൈ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്തു. ഡബിൾ ലെയർ ആയിട്ട് നമ്മൾ റൺ ആവണതിൻ്റെ പിക്ചറാണിത്. ഇതിൽ വെൽക്കം എന്ന് മാത്രമാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഏത് മെസ്സേജ് വേണം നമുക്ക് റൺ ചെയ്യിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള മൊഡ്യൂളുകൾ ഉപയോഗിച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ട വീഡിയോ ആണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള മൊഡ്യൂളുകൾ നമുക്ക് നമ്മുടെ ഷോപ്പിലും നമ്മുടെ മാളുകളിലൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിട്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ളതിൻ്റെ സർവീസിനായിട്ടും പുതിയ മൊഡ്യൂളുകൾക്കും എല്ലാം ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലുള്ളത് കടയിൽ സെറ്റ് ചെയ്ത് തരും. നമ്മുടെ പഴയ മൊഡ്യൂൾസ് ഉണ്ടെങ്കിൽ അത് സർവീസ് ചെയ്യാനും പറ്റും. നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിംഗ് ഡിസ്പ്ലേയുടെ ഈ വീഡിയോ നമ്മൾ ഇടാൻ കാരണം നമുക്ക് പുതിയതായിട്ട് ജോലി അവസരങ്ങൾ തേടുന്നവർക്കും ഇതേപോലുള്ള മൂവിംഗ് ഡിസ്പ്ലേ ചെയ്ത് വ്യവസായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെയാണ് നമ്മൾ കണക്ഷനിൽ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ
ഇതിൻ്റെ രൂപകൽപ്പന ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുക. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ രീതിയിൽ വർക്കൗട്ട് ആവുമെന്നാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നവരെ